2019 ഇറങ്ങിയ ഇസ്മാർട്ട് ശങ്കരന്റെ രണ്ടാം ഭാഗമാണ് ഡബിൾ ഇസ്മാർട്ട് ശങ്കരൻ. ബഡ്ജറ്റ് 90 കോടി, കിട്ടിയത് 18 കോടി. തെലുങ്കന്മാർ ഇമാതിരി അപരാധം കാണൽ നിർത്തിയെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ക്ഷമയെ എങ്ങനെ അളക്കാമെന്ന് നോക്കണമെങ്കിൽ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഈ സിനിമ കണ്ടാൽ മതി. സിനിമയുടെ തുടക്കത്തിൽ കൊടും ഭീകരനായ ബിഗ് ബുൾ എന്ന വില്ലനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ വന്നിട്ട് വേറൊരു ചൈനീസ് മാഫിയ ഗ്യാങ്ങിനെ അടിച്ചു കൊല്ലും. പക്ഷേ ഡയലോഗ് സഹിക്കാൻ കഴിയൂല മക്കളെ. എന്നെ തീർക്കാൻ മാത്രം ചങ്കുറപ്പുള്ള ഒരുത്തനും ഇതുവരെ ജനിച്ചിട്ടില്ല. Nobody can kill Big Bull. Big Bull lives forever. പക്ഷെ നമ്മുടെ ബിഗ് ബുൾ ബ്രെയിൻ ട്യൂമർ കാരണം ചാകാറായിരിക്കുകയാണ്. 3 മാസം കൂടിയേ ബിഗ് ബുൾ ജീവിക്കൂ. ഇനി അങ്ങേരെ രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ എന്ന് അങ്ങേരുടെ പേഴ്സണൽ സയന്റിസ്റ്റായ തോമസ് ഡോക്ടർ പറയുന്നു. വഴി എന്താണെന്ന് വെച്ചാൽ മെമ്മറി ട്രാൻസ്ഫർ. എന്ത് മെമ്മറി ട്രാൻസ്ഫർ? അതായത് ബുള്ളിന്റെ ഓർമ്മകൾ മുഴുവൻ മറ്റൊരാളുടെ തലയിലേക്ക് കോപ്പി ചെയ്യുക. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറ. ഓൺലി വൺ ഓപ്ഷൻ സർ, മെമ്മറി ട്രാൻസ്ഫർ. നിങ്ങളുടെ മെമ്മറി എടുത്തിട്ട് മറ്റൊരാളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് നിലനിർത്തും. എന്നാൽ ഈ പരിപാടി പരീക്ഷണ ഘട്ടത്തിലാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് സിനിമയിലെ മെയിൻ കഥാപാത്രവും മെയിൻ വെറുപ്പിക്കൽ ടീമുമായ ഇസ്മാർട്ട് ശങ്കറിന്റെ ഇൻട്രോയാണ്. വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വെറുപ്പിക്കൽ. ഇവനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. പടക്കവും പൊട്ടിച്ചുകൊണ്ടാണ് ഇവന്റെ ഇൻട്രോ. പടക്കത്തിന് തീ കൊടുത്തു. അത് പൊട്ടി തീരുന്നതിന് മുമ്പ് എതിരാളി അടിച്ച് താഴെത്തി. അതുകൊണ്ടാണ് പടക്കം പൊട്ടിയെടുത്ത് പേര് വേണം. നീ ഗുണ്ടയാണെങ്കിൽ ഞാൻ നിന്റെ തന്തയാടാ. നീ മാസാണെങ്കിൽ ഞാൻ കൊലമാസാടാ. ഓൾ ഇന്ത്യ ISI ബ്രാൻഡ് ഉസ്താദ് ഇസ്മാർട്ട് ശങ്കർ അലിയാസ് ഡബിൾ ഇസ്മാർട്ട്. എന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് അവനിട്ട് ചുറ്റും തോക്ക് പിടിച്ചു തന്ന ഒരുത്തന് പോലും വെടിപൊട്ടിക്കാനായില്ല. ഇതെന്താ തോക്കല്ലേ, അതോ പൊട്ടാസ് പൊട്ടിക്കണ തോക്കാണോ? എന്തോന്നടേ ഇത്? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. എന്നിട്ട് ശങ്കരാണനാണെങ്കിൽ ഒരൊറ്റ തോക്കും കൊണ്ട് മെഷീൻ ഗൺ വരെ പിടിച്ചോണ്ട് നിന്നവന്മാരെ വെടിവെച്ച് കൊല്ലും. അവന്മാരാണെങ്കിൽ അണ്ണന്റെ വെടികൊണ്ട് ചാകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അണ്ണൻ മാസ്, കൊല്ലം മാസ്. അടി കഴിഞ്ഞ ഉടനെ അണ്ണന്റെ ഒന്നാമത്തെ വെറുപ്പിക്കൽ പാട്ട് വരും. നിങ്ങൾ തന്നെ ഇത് കേൾക്ക്. ഇത് കഴിഞ്ഞ ശേഷമാണ് സിനിമയിലെ നായികയുടെ ഇൻട്രോ. നായികയെ കണ്ട ഉടനെ ഈ കാമത്തവള അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ. അമ്മാതിരി ഡയലോഗാണ് ഇവന്റെ വായിൽ നിന്ന് വരുന്നത്. ഓ എടാ, ഇവള് പാൽഗോവയാടാ. നീ അവളുടെ തൊട കണ്ടോ? ഞാനത് കണ്ടു അണ്ണാ. മേലേന്ന് സ്കാൻ ചെയ്ത് പതിയെ താഴേക്ക് വന്ന് മുഴുവൻ നോക്കണം. ഇങ്ങനെ ഇടയിൽ നോക്കുകയല്ല വേണ്ടത്. നീ അവളുടെ ഇടുപ്പും കണ്ടല്ലേ? ഞാൻ പറയില്ല, അണ്ണ എന്നെ തല്ലു. പറയടാ, അവളുടെ ഇടുപ്പ് നല്ല പാമ്പിനെ പോലെ ഉണ്ടെന്ന്. ശങ്കരനാണെങ്കിൽ നായിക താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് താമസം. അവളുടെ പുറകിൽ നിന്ന് മാറുന്നേയില്ല. ഇങ്ങനെ വെറുപ്പിച്ച് നടക്കുകയാണ്. അവളാണെങ്കിൽ ആദ്യം ഗെറ്റൗട്ടൊക്കെ അടിക്കുമെങ്കിലും അവന്റെ ഒലിപ്പിക്കലും വെറുപ്പിക്കലും കണ്ട് കണ്ട് അവൾക്ക് അവനോട് പ്രേമം വരും. അപ്പോൾ തന്നെ അടുത്ത സോങ്ങും എത്തും. ഈ കാമരാജ് യൂണിവേഴ്സിറ്റി നായികയോട് കാണിക്കുന്നതൊക്കെ നിങ്ങൾ തന്നെ കണ്ടറിയണം. അതിന്റെ ഇടയ്ക്ക് കാട്ടിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഏതോ ആദിവാസി മൂപ്പനെയും കൊണ്ട് വേറെ കുറെ വെറുപ്പിക്കൽ ടീംസ്. ഹോളിവുഡ് സിനിമയിലെ ചിമ്പാൻസി കാണിക്കുന്ന പോലെ ഒച്ചയും വെച്ച് അങ്ങേരെ കാട്ടിക്കൂട്ടുന്നത് കണ്ട ഡയറക്ടറെ പിടിച്ച് കാലേ വരെ നിലത്തടിക്കാൻ തോന്നും. എന്തിനാടാ ഇങ്ങനെ ഒരു ക്യാരക്ടറിന്റെ തന്നെ ആവശ്യം? കോമഡിയാണ് ഉദ്ദേശിച്ചെങ്കിൽ നല്ല ഒന്നാന്തരം വെറുപ്പിക്കലായിട്ടുണ്ട്. അതേസമയം തോമസ് അച്ചായന്റെ മെമ്മറി ട്രാൻസ്ഫർ പരീക്ഷണമൊന്നും വിജയിക്കില്ല. അപ്പോഴാണ് അങ്ങേര് പറയുന്നത് ഹൈദരാബാദിലുള്ള ഒരുത്തന്റെ തലയിൽ റെഡിമെയ്ഡ് USB പോർട്ട് ഉണ്ടെന്ന്. അവനെ കിട്ടിയാൽ ബിഗ് ബുള്ളിന്റെ മെമ്മറി ട്രാൻസ്ഫർ ഒരു കുഴപ്പവുമില്ലാതെ നടക്കും. എന്ത് തലയിൽ USB പോർട്ടോ? എന്തൊരു ജീവിയാടാ അത്? അത് വേറെ ആരുമല്ല ഗൈസ്, നമ്മുടെ ശങ്കരണ്ണൻ തന്നെ. കാരണം ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ CBIയുടെ നേതൃത്വത്തിൽ ശങ്കരണ്ണന്റെ തലയിൽ USB പോർട്ട് വെച്ച് മെമ്മറി ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതിനിടയ്ക്ക് ബിഗ് ബുള്ളിന്റെ ആളുകൾ വന്ന് ശങ്കരണ്ണനെ പിടിച്ചുകൊണ്ട് പോകും. കള്ള നായിന്റെ മോനെ, പിന്നെ എന്തുണ്ടാക്കാനാണ് എന്നെ ലാബിലേക്ക് കൊണ്ടുവന്നേ? എന്നിട്ട് ബുള്ളിന്റെ മെമ്മറി ഇവന്റെ തലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 3000 TBയോളം വരുന്ന ഡാറ്റ മുഴുവൻ ട്രാൻസ്ഫർ ആകുന്നതിന് മുന്നേ പോലീസ് വന്ന് അവനെ പിടിക്കും. എന്നിട്ട് അവനെയും കൊണ്ട് കാറിൽ പോകുമ്പോൾ ബിഗ് ബുൾ കാറ് വട്ടമിട്ട് അവരെ തടയും. കൂടെയുണ്ടായിരുന്നവരെ എല്ലാം അവന്മാർ കൊന്നു തള്ളും. അപ്പോഴാണ് ബിഗ് ബുള്ളിന്റെ മാസ് എൻട്രി. അതിനിടയ്ക്ക് ഇവൻ എന്തിനാണ് കാറിന്റെ കൂടെ ഓടി വരുന്നതെന്ന് എത്ര വിചാരിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്നാ പിന്നെ ബുള്ളിന്റെ കൂടെ കാറിൽ കയറി വന്നാൽ പോരായിരുന്നോ? ഇതിനകത്ത് ഒരു
ബിഗ് ബുൾ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് വരും. ചെറുപ്പത്തിൽ ശങ്കരണ്ണന്റെ അമ്മയെ കൊന്നത് ബിഗ് ബുൾ ആയിരുന്നു. അതുകൊണ്ട് അണ്ണന്റെ പ്രധാന ലക്ഷ്യം തന്നെ ബുള്ളിനെ കൊല്ലുക എന്നതാണ്. പിന്നീട് വൻ ഫൈറ്റ് നടക്കും. ശങ്കരണ്ണൻ അവിടെ നിന്നും രക്ഷപ്പെടും. പിന്നീട് അണ്ണൻ കാമുകി ജന്നത്തിന്റെ അടുക്കലെത്തും. പക്ഷെ അപ്പോഴേക്കും ബുള്ളിന്റെ മെമ്മറി അവന്റെ ഉള്ളിലേക്ക് കയറും. ഇടയ്ക്ക് ബുള്ളാകും, ഇടയ്ക്ക് ശങ്കരനാകും, ഇടയ്ക്ക് ബുള്ളാകും, ഇടയ്ക്ക് ശങ്കരനാകും. അങ്ങനെ അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? ഇത് കണ്ട് പ്രാന്തായ കൂട്ടുകാരനും കാമുകയും വെള്ളമടിച്ചാൽ ഇതൊക്കെ മാറുമെന്നും പറഞ്ഞ് അവനെ വിളിച്ച് ബാറിൽ പോകും. അവിടെ ചെന്നിട്ടാണെങ്കിൽ ബാറിൽ കിടന്ന് കാമുകയുമായി കൊടൂര ഡാൻസ്. അത് കഴിയുമ്പോൾ അണ്ണൻ കംപ്ലീറ്റ് ആയി ബിഗ് ബുള്ളായി മാറും. അപ്പോഴേക്കും പോലീസ് പിടിക്കും. പിന്നെ അണ്ണൻ ശങ്കരനാകും. അപ്പോഴേക്കും ബിഗ് ബുൾ കാമുകയെ പിടിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അങ്ങോട്ട് ചെല്ലാൻ ഫോൺ വിളിച്ച് പറയും. പോലീസിന്റെ കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും ശങ്കരനൻ ബിഗ് ബുള്ളാകും. എന്നിട്ട് പോലീസുകാരെ അടിച്ചു വീഴ്ത്തി ഒറിജിനൽ ബിഗ് ബുള്ളിന്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ഒറിജിനലിന് ഇവനെ സംശയം തോന്നും. ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഒറിജിനൽ ബുള്ള് ശങ്കരൻ ബുള്ളിനോട് കുറെ ചോദ്യം ചോദിക്കും. ശങ്കരൻ ബുള്ള് എല്ലാത്തിനും മറുപടി കൊടുക്കും. അതോടെ ഒറിജിനൽ ബുള്ള് ഹാപ്പി. അതോടെ രണ്ട് പണ്ടാരക്കാലന്മാരും കൂടി ഒരു അപരാധ പാട്ടങ്ങ് തുടങ്ങും. പാട്ടിന്റെ ഇടയിൽ നുഴഞ്ഞു കയറിയ നായിക ജന്നത്ത് ശങ്കരേട്ടനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകും. ബുള്ളിന്റെ ഓർമ്മ മാറി അണ്ണൻ വീണ്ടും ശങ്കരനാകും. അവിടെ വെച്ച് ഒരു സ്ത്രീയെ പോലീസുകാരൻ ഉപദ്രവിക്കുന്നു. ആ സ്ത്രീയുടെ പേര് കേട്ടതും ശങ്കരണ്ണൻ അർണോൾഡ് ഷ്വാർസനഗർ ആയി ഗൈസ്. കാരണം അവരുടെ പേര് പേച്ചിയമ്മ എന്നായിരുന്നു. അതായത് ശങ്കരേട്ടന്റെ മരിച്ചുപോയ അമ്മയുടെ പേര്. പിന്നെ ഒന്നും നോക്കിയില്ല, ശങ്കരണ്ണൻ പോലീസ് സ്റ്റേഷൻ ഒരു ശവപ്പറമ്പാക്കി മാറ്റി ഗൈസ്. അതിനിടയ്ക്ക് കാറിൽ കയറി പോകാൻ പോയതും അവൻ വീണ്ടും ബിഗ് ബുള്ളായി മാറുന്നു. അതോടെ പേച്ചിയമ്മയെ കാറിൽ നിന്നും പുറത്താക്കി അവൻ നേരെ ഒറിജിനൽ ബിഗ് ബുള്ളിന്റെ അടുക്കിലേക്ക് പോകും. പക്ഷെ പേച്ചിയമ്മ ഈസിയായി വണ്ടിയുടെ പുറകിൽ ചാടി കയറി അവന്റെ കൂടെ പോകും. എവിടുത്തെ തള്ളയാടാ ഇതൊക്കെ, അല്ലെങ്കിൽ ഇവരെന്തിന് ഇവന്റെ പുറകെ പോകുന്നു? അങ്ങനെ ബുള്ളിന്റെ അടുക്കലെത്തിയ ശങ്കരണ്ണനെ പിന്തുടർന്ന് പോലീസ് അവിടെ എത്തി വൺ ഗൺ ഫൈറ്റ്. അതിനിടയ്ക്ക് ജന്നത്തിനെ പിന്തുടർന്ന് ശങ്കരണ്ണൻ ക്ലൈമാക്സ് സെറ്റിലെത്തും. അവിടെ ആണെങ്കിൽ കുറെ പേര് ഡാൻസ് കളിച്ച് നിൽപ്പുണ്ട്. അപ്പോഴാണ് ട്വിസ്റ്റ്. അതായത് ബിഗ് ബുള്ളിന് ബ്രെയിൻ ട്യൂമർ ഒന്നുമില്ല. ഇതൊക്കെ ബിഗ് ബുള്ളിനെ തീർക്കാൻ ശങ്കരണ്ണൻ ഇട്ട പ്ലാൻ ആയിരുന്നു. പക്ഷെ ശങ്കരണ്ണൻ ഇപ്പോൾ ബിഗ് ബുൾ ആയിരിക്കുന്നത് കൊണ്ട് ഇതൊന്നും ഓർമ്മയില്ല. തനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ ഒറിജിനൽ ബിഗ് ബുൾ ശങ്കരൻ ബിഗ് ബുള്ളിനെ ഷോട്ട് ഗൺ വെച്ച് വെടിവെച്ചിടും. പക്ഷെ അവിടെ വെച്ച് ശിവന്റെ ശക്തിയും അവന്റെ അമ്മയുടെ ഓർമ്മയും തിരികെ എത്തിയ ശങ്കരൻ ബുൾ വീണ്ടും പഴയ ശങ്കരനായി മാറും. നെഞ്ചത്തുണ്ടകേറിയ ശങ്കരൻ ഒരു കുഴപ്പമില്ലാതെ എണീറ്റ് വരും. എന്തടാ ഇതൊക്കെ? അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? ഗുണ്ടകളുടെ കയ്യിൽ തോക്കുണ്ടെങ്കിലും അവരാരും എടുക്കില്ല. പിന്നെ അവിടെ വൻ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം. അവസാനം ശൂലമെടുത്ത് പറന്നു പൊങ്ങിയ ശങ്കരണ്ണൻ ശൂലം ഒറ്റ ഏറ്. ശൂലം ബിഗ് ബുള്ളിന്റെ ഉള്ളിലൂടെ കയറിപ്പോയി അവന്റെ പണി അങ്ങ് തീരും. അതോടെ സിനിമയും തീരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്.